കേരളത്തിന്റെ ഭരണസ്ഥിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ അത്യന്തം ഗൗരവകരവും ആശങ്കയുണ്ടാക്കുന്നതുമാണ്. സംസ്ഥാനത്തെ ഏതാണ്ട് 1 കോടിയോളം വരുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ അതീവ രഹസ്യ സ്വഭാവമുള്ള വ്യക്തിവിവരങ്ങൾ ചോർത്തപ്പെട്ടുവെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സ്പ്രിംഗ്ലർ വിവാദത്തിന് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ ഡാറ്റ കൊള്ളയാണിതെന്ന് വിലയിരുത്തപ്പെടുന്നുമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതരുടെ ഒത്താശയോടെയാണ് ഈ വൻ വിവര ചോർച്ച നടന്നതെന്ന ആരോപണം ശക്തമായതോടെ സംസ്ഥാന രാഷ്ട്രീയം വൻ വിവാദത്തിലേക്ക് നീങ്ങുകയാണ്. വിവിധ സർക്കാർ വകുപ്പുകളുടെ പക്കലുള്ള കോടിക്കണക്കിന് ജനങ്ങളുടെ വിവരങ്ങൾ യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ ഒരു കരാർ ജീവനക്കാരന്റെ ഔദ്യോഗിക ഇമെയിലിലേക്ക് കൈമാറി എന്നതാണ് ഈ വിവാദത്തിന്റെ കാതൽ. IT മിഷനിലെ കരാർ ജീവനക്കാരനായ നിതിൻ വി ചന്ദ്രന്റെ ഇമെയിൽ വിലാസത്തിലേക്കാണ് സർക്കാർ വകുപ്പുകളിൽ നിന്നുള്ള ഡാറ്റകൾ അപ്പാടെ ഒഴുകിയെത്തിയത്. IT സെക്രട്ടറിയും മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയുമായ ശ്രീറാം സാംബശിവറാവുവിന്റെ രേഖാമൂലമുള്ള നിർദ്ദേശപ്രകാരമാണ് ഈ പകൽക്കൊള്ള നടന്നതെന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. IT മിഷനിലെ ജീവനക്കാരാണെങ്കിലും നിതിൻ നിലവിൽ ജോലി ചെയ്യുന്നത് OSDയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് എന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നുമുണ്ട്. ഒരു കരാർ ജീവനക്കാരന്റെ ലാപ്ടോപ്പിലേക്കും മെയിലിലേക്കും ലക്ഷക്കണക്കിന് ആളുകളുടെ വിവരങ്ങൾ കൈമാറാൻ ഉന്നത തലത്തിൽ നിന്നും സമ്മർദ്ദമുണ്ടായെന്നാണ് ആരോപണം. ചോർത്തപ്പെട്ട വിവരങ്ങളുടെ വ്യാപ്തി പരിശോധിക്കുമ്പോൾ ഏതൊരു സാധാരണക്കാരനും ഭയപ്പെടേണ്ട സാഹചര്യമാണുള്ളത്. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളായ 62 ലക്ഷം പേരുടെ വിവരങ്ങൾ, ഇവരുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, ആധാർ, ഫോൺ നമ്പർ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്.